ഹായ് ലോകത്തിലെ എല്ലാ മലയാളി പ്രേക്ഷകർക്കും KYN ബ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ KYN ബ്ലോഗ്സ് എന്ന് പറയാനായിട്ട് കാരണം എന്താണെന്നറിയാമോ? ഇന്നാണ് നമ്മുടെ ഈ വീഡിയോ അതായത് ഈ ഇതിന്റെ പേരൊന്ന് നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുള്ളത്. നമ്മൾ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നത് KYN ക്രാഫ്റ്റ്സ് എന്നായിരുന്നു. ക്രാഫ്റ്റ്സ് എന്നിട്ടിട്ട് നമ്മൾ വ്ളോഗ്സിന്റെ പരിപാടികളും അങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെയാണ് ഇടുന്നത്. അതുകൊണ്ടാണ് കേട്ടോ. നിങ്ങളിങ്ങനെ വീഡിയോ ഇങ്ങനെ മാറ്റി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴും നമുക്ക് KYN ക്രാഫ്റ്റ്സ് എന്നേ വരത്തുള്ളൂ. അതിൻ്റെ പ്രോബ്ലം എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. എനിക്ക് എന്നാന്ന് അറിയത്തില്ല. നിങ്ങൾ അതൊന്ന് എടുത്ത് നോക്കി കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് KYN ക്രാഫ്റ്റ്സ് ആൻഡ് വ്ളോഗ്സ് കിട്ടിക്കോളും കേട്ടോ. ക്രാഫ്റ്റ് എന്നേ ഉള്ളൂ കേട്ടോ. അത് KYN ക്രാഫ്റ്റ് ആൻഡ് വ്ളോഗ്സ്. ആ ആൻറ്റിൻ്റെ ചിഹ്നം എസ് വരാം, അതാണ് ആൻറ്റിൻ്റെ ചിഹ്നം. അപ്പം നിങ്ങളൊന്ന് അടിച്ചു നോക്കുക, എടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമേ കണ്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് സ്കിപ്പ് ചെയ്ത് നോക്കിയാലും മതി കേട്ടോ. ദയവ് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. എൻ്റെ ഈ അഭിനയം കണ്ടിട്ടാണ് എല്ലാവരും എന്നെ മോണോ ആക്റ്റിലെടുക്കുന്നത്. മോണോ ആക്റ്റൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ എൻ്റെ അച്ഛൻ മരിച്ചായിരുന്നു. അപ്പം അച്ഛൻ മരിച്ചതിൻ്റെ ഒരു വർഷം എൻ്റെ ചടങ്ങുകളെല്ലാം നടത്തേണ്ടത് വന്ന 13-ാം തീയതി ആയിരുന്നു. അപ്പം ആ 13-ാം തീയതി ആയിരുന്നു എൻ്റെ മോണോ ആക്ട്. അതിന് പോകാൻ പറ്റിയില്ല. യൂത്ത് ഫെസ്റ്റിവൽ നടന്നപ്പോഴത്തേക്ക് ഞാൻ പോയായിരുന്നു. എനിക്കതിന് ഫസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല. നമ്മൾ കാര്യത്തിലോട്ട് വന്നില്ലല്ലോ അല്ലേ. ഇതാണ് പറഞ്ഞിരുന്ന അങ്ങ് പോകും. അപ്പം തുടങ്ങാം. അപ്പം ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്, ഞാനും ഒരു ഇവിടെ അല്ലായിരുന്നു. ഇതിപ്പം ഞാൻ താമസിക്കുന്ന കാഞ്ഞിരപ്പള്ളിയിലാണ്. എൻ്റെ അമ്മയുടെ വീട്ടിലാണ്. എൻ്റെ അച്ഛൻ്റെ വീടിൻ്റെ അവിടെയാണ് ഞാൻ താമസിച്ചുകൊണ്ടിരുന്നതും. അവിടെയാണ് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത്. ഒരു LP സ്കൂളിലായിരുന്നു. LKG തൊട്ട് 4ാം ക്ലാസ് വരെയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. VKVM LPS കങ്ങഴ എന്നായിരുന്നു പേര്. വേലപ്പൻ മെമ്മോറിയൽ LPS സ്കൂൾ എന്നാണ്. അപ്പം അവിടെയാണ് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത്. കൊന്നക്കൽ സ്കൂൾ എന്നൊക്കെ പറയുന്ന പോലത്തെ ആ സ്കൂളാണ് നമ്മുടെ. അപ്പം അവിടെ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ തൊട്ട് എനിക്ക് കിട്ടിയ സർട്ടിഫിക്കറ്റ്സും അവിടെ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് എനിക്ക് മെഡൽസ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഈ വർഷം ഇപ്പം ഞാൻ 5ാം ക്ലാസ്സിലായതുകൊണ്ട് 5ാം ക്ലാസ്സിലോട്ട് കയറിയതേ ഉള്ളൂ. അതുകൊണ്ട് മെഡൽസ് ഒന്നും കിട്ടിയില്ല. അപ്പം നമുക്ക് 5ാം ക്ലാസ്സിൽ കിട്ടി കഴിയുമ്പോഴുള്ള മെഡൽസും ഒരു 10ാം ക്ലാസ് വരെ യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്നുണ്ട്. അവിടെ ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ കിട്ടിയ മെഡൽസൊക്കെ ഞാൻ പറഞ്ഞല്ലോ. അവിടെ കിട്ടിയ മെഡൽസൊക്കെയാണ് ഞാനിന്ന് കാണിച്ചു തരാൻ പോകുന്നത്. പിന്നെ ഇന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ നിങ്ങളോട്, എനിക്ക് ഇത് കിട്ടിയായിരുന്നു. തന്നെ സബ് ജില്ലയിൽ പോയതിന്, ഈ വർഷം 5ാം ക്ലാസ്സിൽ വെച്ച് പോയതിന് 40 പിള്ളേർ 40 പിള്ളേർ മത്സരിച്ചു. ആ മത്സരിച്ച പിള്ളേരിൽ ഇംഗ്ലീഷ് റെസിറ്റേഷൻ പറഞ്ഞതിൽ ഫസ്റ്റ് ഉണ്ട്. അപ്പം അതിൻ്റെ ട്രോഫി തരലും സർട്ടിഫിക്കറ്റും എല്ലാം തരുന്നത് ഇന്നായിരുന്നു. സർട്ടിഫിക്കറ്റ് അവിടുന്ന് എടുത്തില്ലെന്ന് പറഞ്ഞാൽ അവിടുന്ന് ഇനി എടുക്കാൻ പോകണം. കുറേത്തിൻ്റെ എടുക്കാനായിട്ടുണ്ട്, അതുകൊണ്ട് എടുത്തില്ല. പിന്നെ സ്കിറ്റ് ഞാൻ കളിച്ചായിരുന്നു. അപ്പോഴത്തേക്കും അതിന് 3rd ഉണ്ട്. അതിൻ്റെ ഞാൻ പോസ്റ്റ് ചെയ്തില്ലായിരുന്നു, പിക്ചർ പോസ്റ്റ് ചെയ്തില്ലായിരുന്നു. അപ്പം അതിന് ഫസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ ട്രോഫി നമുക്ക് കിട്ടത്തില്ല. നമുക്ക് വീട്ടിലോട്ട് എനിക്ക് തോന്നുന്നു ജില്ലയിൽ ചെന്ന് കഴിയുമ്പോഴായിരിക്കും കിട്ടുന്നതെന്ന് തോന്നുന്നു. ജില്ലയിൽ ചെന്ന് കഴിയുമ്പോഴാണ് കിട്ടുന്നത്. സബ് ജില്ലയിൽ ചെന്ന് കഴിയുമ്പോൾ കിട്ടുന്ന ട്രോഫി എല്ലാം 1 വർഷം കഴിയുമ്പോൾ അവിടെ തിരിച്ച് കൊടുക്കേണ്ടതായതുകൊണ്ട് കിട്ടത്തില്ല. അതുകൊണ്ട് കുറേ നേരം ക്ലാസ്സിൽ വെച്ചു, കുറേ നേരം ഞാനിങ്ങനെ നോക്കിയിരുന്നു, കുറേ നേരം സർട്ടിഫിക്കറ്റേ നോക്കി, അങ്ങനെ നോക്കിയിരുന്നു. അപ്പം നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം. ഞാൻ പറഞ്ഞോണ്ടിരുന്നത് ഇങ്ങനെയാണേ, പറഞ്ഞു അങ്ങ് പോകും. കണ്ടില്ലേ, എനിക്ക് അതിനെ ദേഷ്യം വന്നത് കണ്ടില്ലേ. അപ്പം നമുക്ക് കാര്യത്തിലോട്ട് അങ്ങനെ കടക്കാം. അപ്പം ഗൈസ് ഫസ്റ്റ് തന്നെ ഞാൻ കാണിക്കുന്നത് സർട്ടിഫിക്കറ്റ്സ് ഒക്കെയാണ് കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ ഒടിച്ചെട്ടിപ്പ് കട്ട്. അപ്പം എങ്ങനെയുണ്ട്, നല്ല ഡജമല്ലേ? ഇത് ഞാൻ 2ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഉള്ളതാണ് ഗൈസ്. ഞാൻ ഇതുപോലെ തന്നെ പിന്നെ അഭിനയഗാനം ആക്ഷൻ സോങ്ങിന് ഞാൻ പോയായിരുന്നു. ആക്ഷൻ സോങ്ങിന് പോയിട്ട്, ഇംഗ്ലീഷ് ആക്ഷൻ സോങ്ങിന് പോയിട്ട് എന്താണ്ട് നോക്കട്ടെ ഗൈസ്. ഗ്രേഡ് അല്ല, ഇവിടെ ഇല്ല ഗ്രേഡ്. ആ ഗ്രേഡ് ഇവിടെ വേണ്ട. ഗ്രേഡ് A ഗ്രേഡ് ഉണ്ട് ഗൈസ്. ക്യാമറ ഇങ്ങനെ ഫ്രണ്ട് ക്യാമറ ആയതുകൊണ്ട് നിങ്ങൾക്ക് തിരിച്ച് കാണത്തില്ല. കാണുമായിരുന്നെങ്കിൽ ഞാൻ ചെയ്തേനെ. 2022 നവംബർ 19, 21, 22, 23 തീയതികളാണ് നടക്കുന്നത്. അപ്പം
കറുകച്ചാലാണ് പ്ലേസ് വരുന്നത്. കറുകച്ചാലാണ്. ഇതാണ്. അപ്പം നമ്മൾ തെളിച്ച് കണ്ടോളി. ആർക്കും ഇങ്ങോട്ട് വിശ്വാസം വരുന്നില്ല. കാവ്യ ഒരു പഠിപ്പിയാണ്. സോറി കേട്ടോ. എനിക്കെന്താ ക്ലാസ്സിൽ എൻ്റെ കുറേ ഫ്രണ്ട്സ് ഉണ്ട്. അതിൽ 1-2 പേര് പറഞ്ഞാൽ എനിക്കൊരു വികാരവും ഇല്ലാത്ത ജീവിയാണ്. പഠിച്ചാലും പഠിച്ചില്ലേലും ഒരു വികാരവും ഇല്ല. പഠിച്ച് ടീച്ചറുടെ കയ്യിൽ നിന്ന് നല്ല ട്രോഫിയൊക്കെ കിട്ടിക്കഴിഞ്ഞാലും ഈ നിപ്പ എന്താ ചെയ്യാനാണ് ഗൈസ്, ഒന്നും അറിയത്തില്ല. ഓക്കെ, അപ്പം നമ്മൾ ഈ സർട്ടിഫിക്കറ്റ്സ് കണ്ടോ, ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരുന്നതിൻ്റെ ഇടയിൽ പോയത് കണ്ടോ. അപ്പം ഇതാണ് കേട്ടോ. ലാസ്റ്റ് എനിക്കൊരു കാര്യം കൂടെ പറയണ്ടെന്നൊക്കെ ഞാൻ പറയാം. നെക്സ്റ്റ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ സർട്ടിഫിക്കറ്റാണ്. ഈ സർട്ടിഫിക്കറ്റ് കഥാകഥനത്തിൻ്റെ, അതായത് ഇങ്ങനെ കഥ പറയുന്നതിൻ്റെയാണ്. അതിന് എ ഗ്രേഡ് ഉണ്ട്. അതിന് എ ഗ്രേഡ് ആണ്. 2ാം ക്ലാസ്സിലല്ലേ പഠിക്കുന്നുള്ളൂ, ഫസ്റ്റൊക്കെ കിട്ടണമെന്ന്. അപ്പം ഇതാണത്. ഇത് എന്നെ മറ്റേ ഹിന്ദുക്കൾക്കും അല്ല എല്ലാവർക്കും അറിയാം. മഹാഭാരതം എന്ന് പറയുന്ന കഥയിലെ ഒരു കുറച്ച് ഭാഗമാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ വീഡിയോ ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇട്ടേനെ ഗൈസ്. അടുത്തത് 4ാം ക്ലാസ്സിൽ കിട്ടിയ ഈ ടാലൻറ്റ് ഹണ്ടിൻ്റെ ഒരു എക്സാം ഉണ്ടായിരുന്നു. ടാലൻറ്റ് ഹണ്ടിൻ്റെ. അപ്പോൾ അതിന് കിട്ടിയ സർട്ടിഫിക്കറ്റാണ് B+B ഗ്രേഡാണ്. എ ഗ്രേഡ് ഒന്നും കിട്ടിയില്ല. 10-26 മാർക്കാണ്. അത്രയും കാണത്തുള്ളൂ. 70-ലോ 80-ലോ. അത് ഭയങ്കര പാടായിരുന്നു ഗൈസ്. കഴിഞ്ഞ വർഷത്തെ സ്റ്റുഡൻറ്റ് ഓഫ് ദി ഇയർ പറ്റിയില്ല. ഞാൻ ഇവിടെ നിന്നായിരുന്നു പഠിക്കാൻ പോയിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് കഴിഞ്ഞ വർഷത്തെ സ്റ്റുഡൻറ്റ് ഓഫ് ദി ഇയർ കിട്ടിയില്ല. ഭയങ്കര സങ്കടമോ. ഓൾറൗണ്ടർ കിട്ടി കേട്ടോ എന്നാലും. അപ്പം ഇത് നമ്മുടെ ടാലൻറ്റ് ഹണ്ടിൻ്റെയാണ്. കണ്ടല്ലോ എല്ലാവരും. അപ്പം അടുത്തതാണ് നമുക്ക് ഇനി കിട്ടിയത്. നല്ല കളർഫുൾ ആയിട്ടുള്ളതാണ്. ഇതല്ലേ, എല്ലാം ഉണ്ട്. കഥകളി, മോഹിനിയാട്ടം, ചുമയാണ് ഗൈസ്. ഞാൻ വായിക്കാം. നെയിം കാവ്യ സുജിത്ത്. ഐറ്റം സ്കിറ്റ് ഇംഗ്ലീഷ്. കാറ്റഗറി UP ജനറൽ ഗ്രേഡ് എ ഗ്രേഡ്. പിന്നെ ക്ലാസ് 5. സ്കൂള് സെൻറ്റ് മേരീസ് GHS കാഞ്ഞിരപ്പള്ളി. അത് നമ്മുടെ സെൻറ്റ് മേരീസ് GHS കാഞ്ഞിരപ്പള്ളിയാണ് ഓൾറൗണ്ടറായിട്ട് നിൽക്കുന്നത്, കത്തിത്തെരിച്ച് നിൽക്കുന്നത്. UPയിലാണെങ്കിലും HSലാണെങ്കിലും എല്ലാത്തിലും ഓൾറൗണ്ടർ എന്താണ് നമ്മുടെ സെൻറ്റ് മേരീസ് GHS കാഞ്ഞിരപ്പള്ളി. അപ്പം ഈ വീഡിയോക്കെങ്കിലും കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ലൈക്കും തരുമായിരുന്നെങ്കിൽ ഞാൻ കാല് പിടിച്ച് പറയാം. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ ഗിവ് അവേ നടത്തുന്നതായിരിക്കും കേട്ടോ. ഒരു കുഞ്ഞു ക്രാഫ്റ്റ് ഞാൻ അധികം ചെയ്യുന്നില്ലെങ്കിലും, അതിൻ്റെ വീഡിയോ ഇടുന്നില്ലെങ്കിലും ഞാൻ ഉറപ്പായിട്ട് നിങ്ങളൊരു 1K സബ്സ്ക്രൈബേഴ്സ് എനിക്ക് തരുവാണെങ്കിൽ, 1K മീൻസ് 1K പോട്ടെ, 1 lakh സബ്സ്ക്രൈബേഴ്സ് നിങ്ങൾ എനിക്ക് തരുവാണെങ്കിൽ എനിക്ക് വരുമാനം കിട്ടുമ്പോൾ പറയാം. ഞാൻ എനിക്ക് ഒരുപാട് സാധനങ്ങൾ ഒരാൾക്ക് 5 പേർക്ക് ഞാൻ തരാം. അതെൻ്റെ വാക്കാണ്. അപ്പം നിങ്ങൾ ചുമ വരുമെന്നേ. അപ്പം നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകണേ. പറയുന്ന വാക്ക് പൊന്നൂൻ്റെ കാവ്യയുടെ വാക്കാണ്. വീട്ടിൽ വിളിക്കുന്ന പേര് പൊന്നൂന്ന്, അതുകൊണ്ട് വരത്തുള്ളൂ. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ സർട്ടിഫിക്കറ്റ്സ്. ഇനി ഞാൻ മെഡൽസ് കാണിച്ചു തരാം. എന്താ സന്ധി, മെഡലുകളാണോ? അയ്യോ അതേ മെഡലുകളാണ്. ദാണ്ട തുള്ളിച്ചാടി രസിക്കുന്നു മെഡലുകളുടെ മേളം. തുള്ളിച്ചാടി രസിക്കുന്നു മെഡലുകളുടെ മേളം. കാണിച്ചു തരാമേ. 1 2 3 മെഡലാണ്. ഭയങ്കര ഏതാണ്ട് ഒളിമ്പിക്സിൽ ജയിച്ചവർ പോലെയുണ്ട്. ഞങ്ങൾക്ക് ഈ കൊറോണയുടെ കാലഘട്ടമാണ്. LKG UKG 1ാം ക്ലാസ് വരെ ഞങ്ങൾക്ക് മെഡലുകളൊന്നും കൊടുക്കുന്നില്ലായിരുന്നു. 2ാം ക്ലാസ് തൊട്ടാണ്. 2ാം ക്ലാസ് തൊട്ടുള്ള എല്ലാ മെഡലുകളും നമ്മുടെ കയ്യിലുണ്ട്. 2 എണ്ണം സ്റ്റുഡൻറ്റ് ഓഫ് ദി ഇയറിൻ്റെയാണ്, 1 എണ്ണം മാത്രം ഓൾറൗണ്ടറിൻ്റെയാണ്. അത് ഏതൊക്കെയാണെന്ന് പറയാം. ഇത് 2ാം ക്ലാസ്സിലെയാണ്, അതും സ്റ്റുഡൻറ്റ് ഓഫ് ദി ഇയറിൻ്റെയാണ്. VKVM LPS കണ്ടില്ലേ, VKVM LPS കങ്ങഴ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിരിക്കുന്നത്. ഇത് സ്റ്റുഡൻറ്റ് ഓഫ് ദി ഇയറിൻ്റെയാണ്. ഇതും സ്റ്റുഡൻറ്റ് ഓഫ് ദി ഇയറിൻ്റെയാണ്. ഈ ഒരു ബ്ലൂ റിബണുള്ളത്. ഇത് എഴുതിയിട്ടില്ല ഒന്നും, 2 എണ്ണത്തിൽ എഴുതിയിട്ടില്ല. പിന്നെ ഇത് ഈ കാണുന്നത് നമ്മുടെ ഓൾറൗണ്ടറിൻ്റെയാണ് കേട്ടോ.
അതും കൂടെ ഫസ്റ്റ് കിട്ടുമായിരുന്നെങ്കിൽ. അപ്പം നമുക്ക് പേഴ്സണൽ വീഡിയോ ഒക്കെ പിന്നിടാം കേട്ടോ. പേഴ്സണൽ വീഡിയോ ഞാൻ ഈ കരഞ്ഞ ദൈവത്തിനോട് പ്രവർത്തിക്കുന്നത്. എനിക്കൊരു 1 lakh സബ്സ്ക്രൈബേഴ്സെങ്കിലും ആവുകയാണെങ്കിൽ എന്നാ പൂജ വരെ ചെയ്താക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പ്ലീസ്, നിങ്ങൾക്ക് വിശ്വാസം വരുന്നത് ഫസ്റ്റ് കിട്ടുന്ന വിശ്വാസം വരുന്നില്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് എൻ്റെ കയ്യിൽ ഇല്ല, അത് വേറെ എവിടെയാണെന്ന് പറഞ്ഞു. ട്രോഫി കിട്ടി, എനിക്ക് ഫോൺ സ്കൂളിൽ കൊണ്ടുപോകാൻ മേലാത്തതുകൊണ്ടല്ലേ. ഞാൻ പിന്നെ വീഡിയോ ലാസ്റ്റ് പറയാമെന്ന് പറഞ്ഞ കാര്യം ഗൈസ്, എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന കുറേ ഫ്രണ്ട്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നാ, കുറേ ഫ്രണ്ട്സ് എല്ലാവരും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സാണ് കേട്ടോ. അതിൽ ഒരു 5-6 പേരെൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സാണ്. അപ്പം അവരുടെ പേരൊക്കെ ഒന്ന് പറയുമോ? അല്ല, അവരൊക്കെ നല്ല പിള്ളേരാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ഈ ക്ലാസ്സിൽ, കഴിഞ്ഞ ക്ലാസ്സിലും ഇപ്പോഴും എല്ലാം ഉള്ളത് എൻ്റെ ഫിദുവാണ്. അവൾക്കും ഒരു യൂട്യൂബ് ചാനലുണ്ട്, പെറ്റൽസ് എന്ന് പറയുന്നതാണ്. അവളെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. പിന്നെ എൻ്റെ ആദ്യമായിട്ടുള്ള എൻ്റെ കളിക്കൂട്ടുകാരെന്ന് വേണേൽ പറയാം, അവൾ എൻ്റെ ഫിദായാണ്. പിന്നെ ഇവിടെ വന്നിട്ട് കുറേ ബെസ്റ്റ് ഫ്രണ്ട്സ് എന്നൊക്കെ പറയാം. ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് പറയാനല്ല കേട്ടോ, ബെസ്റ്റ് ഫ്രണ്ട്സാണ് അവർ. കുറേ സാധനങ്ങളൊക്കെ മേടിച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ അവരാണ് ശ്രേയ ശരത്ത്, ഫഹുമിത തപ്സം PA, ദക്ഷ സന്തോഷ്, ശ്രീനന്ദ രാകേഷ്, പിന്നെന്താ അൽഫോൺസ മനു. അപ്പം ഈ എല്ലാവരും ഞാൻ വിളിക്കുന്നുണ്ടല്ലോ. ചെടേയ, പടുമിട, പിന്നെ ചിടീനന്ദ, ചിടീ ശ്രീന്നാണ് വിളിക്കുന്നത് കേട്ടോ. അലിപോണച്ച, പിന്നെ തെക്കട. അവളെന്നെ കൊല്ലു വീഡിയോ കണ്ടോ. തെക്കട അവളുടെ ഇരട്ടപ്പേരാണ്. അപ്പോൾ അവളെ അങ്ങനെ എല്ലാവരെയും പല നെയിംസൊക്കെ ഇട്ടാണ് വിളിക്കുന്നത്. അവരെല്ലാം എന്നെ വിളിക്കുന്നത് പഠിപ്പിച്ചേന്നാണ്. സത്യം പറഞ്ഞാൽ ആ ക്ലാസ്സിൽ പഠിക്കുന്നത് ഞാൻ മാത്രമുള്ളതെന്നാണ് എല്ലാവരും പറയുന്നത്. പക്ഷേ എനിക്കങ്ങോട്ട് തോന്നിയിട്ടില്ല ഗായ്സ്, തോന്നിയിട്ടില്ല. ആരും അഹങ്കാരം ഒന്നും വിചാരിക്കരുത് കേട്ടോ, എനിക്കിങ്ങനെ ഉൾക്കൊള്ളാൻ വരുന്നില്ല, അതുകൊണ്ടാണ്. അപ്പം നിങ്ങൾ എല്ലാവരും എൻ്റെ മെഡൽസ്, എൻ്റെ സർട്ടിഫിക്കറ്റ് കണ്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം ആരും മറക്കരുത്, നമ്മുടെ 4 സർട്ടിഫിക്കറ്റ് ആണ്ട് 3 മെഡൽ, ഈ വർഷത്തെയും കൂടെ ആയ 3 മെഡൽസ് ആവും. ചൂബ ജൂബ ജും.